വടക്കൻ കേരളത്തിലെ മലയോര നിവാസികളുടെ സ്വപ്ന പദ്ധതിയായ മലയോര ഹൈവേയുടെ നിർമ്മാണം അനിശ്ചിതത്വത്തിൽ. പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭപാതയിലാണ് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി. വടക്കൻ കേരളത്തിലെ വികസന കുതിപ്പിന് ഏറെ നാഴികക്കല്ലായേക്കാവുന്ന മലയോര ഹൈവേയുടെ നിർമ്മാണം വൈകുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മലയോര നിവാസികൾക്ക് വാണിജ്യ വ്യവസായ രംഗത്ത് ഏറെ പ്രയോജനകരമാകുന്ന പദ്ധതി പൂർത്തിയാകുന്നതോടെ ടൂറിസം മേഖലയിലും വലിയ മുന്നേറ്റത്തിനായിരിക്കും വഴിവെക്കുക. കർണാടകയിലെ നന്താരപ്പടവ് മുതൽ പൈവെളികെ, കള്ളാർ, രാജപുരം വഴി വെള്ളരിക്കുണ്ട് താലൂക്ക് ആസ്ഥാനവുമായി ബന്ധപ്പെടുത്തിയാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. പാത യാഥാർത്ഥ്യമാക്കണമെന്നും റൂട്ട് പുനർനിർണയം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി പ്രക്ഷോഭം ആരംഭിച്ചു. മലയോര ഹൈവേ ഈ കുടിയേറ്റ ജനതയുടെ സ്വപ്നമാണ്. ഇത് സാക്ഷാത്കരിക്കണം എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം. ഇത് നേടിയെടുക്കുന്നതുവരെ ഞങ്ങൾ പോരാടും. ഇത് നേടിയെടുത്തേ ഞങ്ങൾ അടങ്ങൂ എന്ന് ഞങ്ങൾ ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണ്. രാജപുരത്ത് നിന്ന് ആരംഭിച്ച പ്രക്ഷോഭയാത്ര പാത കടന്നുപോകുന്ന പ്രദേശങ്ങളിലൂടെ സന്ദർശനം നടത്തി. സമിതി സെക്രട്ടറി ജോസഫ് കനകമൊട്ടെ, ക്യാപ്റ്റൻ ഫൊറോന വികാരി ഫാദർ ഷാജി വടക്കത്തൊട്ടിക്ക് പതാക കൈമാറി പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്തു. പാത യാഥാർത്ഥ്യമാകുന്നതുവരെ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. റിപ്പോർട്ടർ, കാസർഗോഡ്.